വെൽക്കം ബാക്ക് ടു മിറാക്കിൾ വിത്ത് വൈഗ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡാൻസ് ക്ലാസ്സിനൊക്കെ പോവുകയാണ്. ഞാൻ ഡാൻസിനൊക്കെ ജോയിൻ ചെയ്തു ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ മേലൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീയിലോട്ട് കിടക്കാം. ഗൈസ്, ഫസ്റ്റ് എൻ്റെ മുഖത്തിൻ്റെ ഇവിടെയും ചെറുതായിട്ടൊരു എന്താണ് പാട് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഒരു ചെറിയൊരു കളർ ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് ഹോംമെയ്ഡ് എസ് ക്യൂബ് എന്ന് പറഞ്ഞൊരു ഓയിൽമെൻറ്റ് കിടക്കത്തൊരു മരുന്ന് ക്രീമാണ് ഗൈസ് ഇട്ട് കൊടുക്കുന്നത്. ഓയിൽമെൻറ്റിൽ ക്രീം. ഓ ഗൈസ്, അപ്പോൾ ഇത് ഇവിടെ കൂടെ എടുക്കാൻ പാടായതുകൊണ്ടും മൂട്ടിൽ പൊത്തിരിക്കുന്നത് കൊണ്ടും നമുക്ക് മൂട്ടിൽ നിന്ന് എടുക്കാം. അതായിരിക്കും സൗകര്യം ഗൈസ്. മൂട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ഇങ്ങനെ വരും. കണ്ട നല്ല എളുപ്പമാണ് ഗൈസ്. ഇല്ല മനുഷ്യ ഇട്ട് ഇവിടെ കൂടെ എടുത്ത് കഷ്ടപ്പെടണം ഗൈസ്. ഒരു കുഞ്ഞു ആപ്പിയുണ്ട്. ഹായ് പാര. ഹായ്. ഓക്കെ ഗൈസ്, നമ്മൾ ഈ ചൂടത്ത് വാടി കരിഞ്ഞു ഉണങ്ങിപ്പോകാതിരിക്കാനായിട്ട് നമുക്ക് ചണി സ്ക്രീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് 3 എണ്ണത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. താഴെ പേന നമുക്കെടുത്ത് വേണമെങ്കിൽ മുഖത്തിടാം, അല്ലെങ്കിൽ എടുത്ത് കളയാം ഗൈസ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ഗൈസ് വായി പൊത്തി കൊടുക്കാം അല്ലേ? വായി പൊത്തി കൊടുക്കാന്നോ? എൻ്റെ കൂടെ ഡാൻസിൽ വരാൻ നിൽക്കുന്ന കുഞ്ഞാണ് ഗൈസ് ഇത് അല്ലേ? ഞാൻ വീടെടുക്ക അലക്കല്ല്. ഞാൻ അമ്മയോടെ പറഞ്ഞുകൊണ്ട് പഠിച്ചു വെച്ചേക്കാണ് ഗൈസ്. ഇത് നമുക്ക് ഉണങ്ങി സെറ്റ് ആവണം ഗൈസ്. ഏകദേശമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു മണി വെള്ളം പിടിച്ച് കട്ടയായിട്ടിരിക്കും. അപ്പോൾ ഗൈസ്, എൻ്റെ അമ്മ സ്പീഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനാണ് പറയുന്നത്. കാരണം ഒട്ടും സമയമില്ല. ഇന്ന് 1:30 ഇറങ്ങണം. 2 മണിക്കാണ് ഡാൻസ് ക്ലാസ്. കാരണം ഇന്ന് 1/2 മണിക്കൂർ PTA മീറ്റിംഗ് കണക്ക് എന്തോ ഡാൻസ് ക്ലാസ്സിൻ്റെ മീറ്റിംഗ് ഒക്കെ ഉണ്ട്. എന്തോ യൂണിഫോമിൻ്റെ കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട. അതുകൊണ്ട് ഇന്ന് നമുക്ക് നേരത്തെ ഇറങ്ങണം. അതുകൊണ്ട് നീ ചടപടയെന്നെല്ലാം ചെയ്ത് ഇറങ്ങണം ഗൈസ്. ഇവർ കഴിച്ചിട്ടില്ല. 12:30 ഗൈസ്. നെക്സ്റ്റ് വീക്ക് ക്യാൻ അപ്ലൈ പൗഡർ സടകൂടെ കൊടുക്കൂടെ ഗൈസ്. നമുക്ക് പൗഡർ വരി പൂശി കൊടുക്കാം. ഞാൻ ആദ്യം തുടച്ച് കളയും ഗൈസ് കഴിയുമ്പോൾ. കാരണം എൻ്റെ മുഖത്ത് ഞാൻ ഒരുപാട് പൗഡർ ഇട്ട് മുഖം തുടച്ച് കളയുന്ന ശീലം. കാരണം ഞാൻ കട്ട പിടിച്ചിരിക്കില്ലേ? ഞാൻ എനിക്കൊരു ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ നീക്കുകയാണ് ഗൈസ്. പൗഡർ കിട്ടി സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് കരി എഴുതി വെക്കാം ഗൈസ്. എനിക്ക് പൊതുവേ കരി എഴുതാൻ വലിയ താല്പര്യമൊന്നുമുള്ള കൂട്ടത്തിലല്ല. പക്ഷേ 2-3 ദിവസം തൊട്ട് ഇങ്ങനെ ക്രേവിങ്സ് അല്ല ഇതൊന്ന് പരീക്ഷ നോക്കണം. നീ കളഞ്ഞാൽ ഇല്ല. ഞാൻ കിണടിയിൽ നോക്കി കരി എഴുതി കൊടുക്കട്ടെ ഗൈസ്. നീ കണ്ട ഇതിൽ ഓക്കെ ഗൈസ്. പെട്ടെന്ന് കരിയൊക്കെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിന് നമുക്ക് മസ്കാരയൊക്കെ കഴിഞ്ഞ പീലുകളൊക്കെ ഒന്ന് ആക്കി വയ്ക്കട്ടെ യെസ്. നമുക്ക് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. കാരണം യെസ് ഗൈസ്, സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. കണ്ട വീഡിയോ ഒക്കെ നമുക്കൊരു പൊട്ടും കൂടെ വെച്ച് കൊടുക്കാം. എൻ്റെ വൈറ്റ് പൊട്ട് ഗൈസ് തീർന്നുകൊണ്ട് അമ്മ ഒരു കടയിൽ പോയപ്പം ബ്ലാക്ക് പൊട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മ പെട്ടെന്ന് സടപ്പെട്ടെന്ന് മഴയത്ത് ബ്ലാക്ക് പൊട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് വൈറ്റ് പൊട്ട് വാങ്ങിച്ചാൽ വൈറ്റ് പൊട്ട് ഗൈസ്. ഒരു പൊട്ടും കൂടെ വെച്ചു കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ബാക്കി മേക്കപ്സ് ഒക്കെ നമുക്ക് ലിപ്സ്റ്റിക്കും കൂടെ ഇടാം. അത് നമുക്ക് കഴിച്ചിട്ട് വന്നിട്ടിടാം ഗൈസ്. എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ മോൾ വശത്തെ ലുക്കൊക്കെ ഞാൻ മാറ്റിക്കൊള്ളാമോ ഗൈസ്? ദിസ് ഈസ് മൈ ഫേവറേറ്റ്. ഒരു ബ്രേസ്ലെറ്റ് കൂടെ ഇട്ട് കൊടുക്കാം. എൻ്റെ ഉടുപ്പിന് മാച്ച് ഇതാണ്. ഞാൻ നാമി ഒരുപോലെയാണ് ഇടുന്നത് ഗൈസ്. ഞാൻ നാമിന് സെയിം ഡ്രസ്സാണ് എപ്പോഴത്തെയും പോലെ ഗൈസ്. അപ്പോഴത്തേക്കും നമ്മൾ യെല്ലോ കളറാണ് ഇടുന്നത്. അതിനുശേഷം നമ്മളൊരു ചെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു മോതിരം ഇട്ട് കൊടുക്കാം യെസ് ഗൈസ്. അപ്പം നമുക്കിനി കഴിക്കാൻ സമയമായിരിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഡാൻസ് ക്ലാസ്സിന് പോകണം. ഇന്ന് ടീച്ചറിന് നമ്മൾ അടവൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കണം. എല്ലാ ദിവസവും കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇന്ന് എപ്പോഴും 2:30 ക്ലാസ് വയ്ക്കണം. ഇപ്പം നമ്മൾ 2 മണിക്ക് ക്ലാസ് വെച്ചു. കാരണം മീറ്റിംഗ് ഉള്ളതുകൊണ്ട്. അപ്പം എന്താ ഗൈസ്, ഞാനും നാമി ഒരുമിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ അവളും ഞാനും ഒരു സെയിം ഇതിലാണ് പോയത്. പക്ഷെ ഞാൻ പോയതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അവൾ വന്നത്. പക്ഷെ നമ്മളൊരടവാണ്. ഇതാണ് ഞാൻ ഇന്ന് ഇടുന്നത് ഗൈസ്. നവമി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇതിനെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. പോകാൻ സമയമാറായി ഗൈസ്. അവിടെയാണ് എൻ്റെ ലിപ്സ്റ്റിക്ക് ഇടാക്കാൻ. ഞാൻ വാച്ചാലും കിട്ടിയിട്ടില്ല പറയാനായിട്ടാ ഗൈസ്. നെക്സ്റ്റ് നമുക്ക് ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് ഇട്ട് കൊടുക്കാം. നല്ല വേണം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ടച്ച് വരട്ടെ അല്ലേടാ പിന്നെ?
അവിയൽ. ഓക്കെ ഗൈസ് കുഞ്ഞിവാവെ കണ്ടു പൊന്നെ എൻ്റെ പാവ. അടുത്ത ഗൈസ് നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡ് ഇട്ട് കൊടുക്കാം. ഇതെൻ്റെ ഇതെല്ലാം കൂടെ മൂന്നും കൂടെ ആകുമ്പോൾ നല്ല ഷെയ്ഡ് കിട്ടും. ഞാൻ കണ്ണാടി നോക്കട്ടെ. കണ്ണാടിയൊക്കെ എൻ്റെ ചുണ്ടിൽ കളർ വന്നിട്ടില്ല ഗൈസ്. ഓക്കെ ഡൺ ഗൈസ്. ഓക്കെ ഗൈസ് 1:30 ലെറ്റ്സ് ഗോ. ഗൈസ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. റോഡ് മൊത്തം വെള്ളമുണ്ട് ഗൈസ്. ഗൈസ് നമ്മൾ ഡാൻസ് സ്കൂളിലെത്തി. ഇവിടെയാണ് നമ്മൾ ഡാൻസ് പഠിക്കാൻ വന്നത് ഗൈസ്. ഡാൻസ് അക്കാഡമി. ഗൈസ് നമ്മൾ വീട്ടിലൊക്കെ വന്നത് എല്ലാവരും ഉണ്ട് കേട്ടോ. ആൻറ്റി, വാവ, കുഞ്ഞാവ, പിന്നെ അമ്മ. യെസ് ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കുറച്ച് ഷൂട്ടിംഗ് പരിപാടികളിൽ ഡാൻസ് ഷൂട്ടിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ ടെറസിൻ്റെ മണ്ടയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. വൈകുന്നേരം ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആവാറായി. 6 കാലമായോ? ഇന്ന് 6 കാലമായി ഗൈസ്. നമ്മളിവിടെ വാറ്റിത്തിരിഞ്ഞങ്ങ് നടക്കുകയാണ്. നല്ല മഴക്കോളൊക്കെ ഉണ്ട്. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുമുള്ള പരിസരം. ഇവിടെ രാവിലെ വരാനാണ് കേട്ടോ, വൈകിട്ട് വരണേനൊക്കെ രസം. അമ്മേ ഇങ്ങോട്ട് നോക്കി പറ. ഇങ്ങോട്ട് പറഞ്ഞോ. ഇനി വാ. പറഞ്ഞോ ബീച്ചിലെത്തി ഗൈസ്. കൊച്ചു നമ്മളെ ബീച്ചിലൊക്കെ എത്തിച്ചല്ലേടാ. അപ്പം നമ്മൾ ഇവിടുന്ന് പോവാണ്, തിരിച്ചിറങ്ങി പോവാണ് ഗൈസ്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് വിയർത്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു ഗൈസ്. കുറേ അവിടെ കിടന്ന് ഡാൻസ് കളിച്ച് ഭയങ്കര ആത്മാർത്ഥതയുള്ളൊരു ദിവസം വരുന്നു കേട്ടോ. ഓഫ് കോഴ്സ്. അപ്പം ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ചേനയൊക്കെ അവിക്കാം അല്ലേ? അവിക്കാം. സോറി ഗൈസ്, മധുരക്കിഴങ്ങ്. അല്ലെങ്കിൽ പറയുമ്പോൾ ഉള്ള തെറ്റുകൾ നമ്മുടെ ജന്മന ഉള്ള സംഭവങ്ങളൊക്കെയാണ്. എന്നാലും നമ്മൾ തട്ടിക്കൂട്ടിയൊക്കെ പറഞ്ഞ് വയ്ക്കും, ഒപ്പിക്കും. അമ്മേ വേർത്ത് കൊളിച്ച് ഗൈസ്. ദിസ് ഈസ് പീനട്ട് ബട്ടർ ഗൈസ്. ഗൈസ് എല്ലാവരും പോയി, നമുക്കും പോകാം. ഇവിടെ ഒരു കുത്തി മാങ്ങ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം ഗൈസ് അപ്പം എന്താണ് അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ ഇപ്പം ഡ്രസ്സൊക്കെ മാറ്റേണ്ട കാരണം ഇത് വേറെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ കൺക്ലൂഷൻ കൊടുക്കുന്നത്. കാര്യം എഡിറ്റ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ കൺക്ലൂഷൻ കൊടുത്തില്ലെന്ന്. അപ്പം ഞാൻ വിചാരിച്ചാൽ അതും കൂടെ കിട്ടിക്കാന്ന്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ കുട്ടി ബ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.